ദാ ഈ കാണുന്നൊരു സാധനം മതി ചോറ് ഫുള്ള് കാലിയാവേ. ഇർഫാൻ താത്ത വീട്ടിൽ വന്നിട്ട് ചോദിച്ചതാണ് മാമ്പഴ പുളിശ്ശേരി. അതിന് വേണ്ടിയിട്ട് എവിടുന്നോ മാങ്ങയെല്ലാം പെറുക്കിയിട്ടാട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. മാങ്ങേന്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം അതിലേക്ക് മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പും ശർക്കരയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. അതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം വേവിക്കാൻ വെക്കുക. ഈ മാങ്ങേൻ്റെ സത്തെല്ലാം ഈ വെള്ളത്തിലേക്ക് വരുന്ന വിധം വേവിച്ചതിന് ശേഷം ലേശം ഗീ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം തേങ്ങയും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് മിക്സാക്കിയിട്ട് അരച്ചെടുത്തിട്ട് ഈ കൂട്ടയിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ അതും നല്ലോണം സെറ്റായി വരുമ്പോൾ അതും ഒരു 5 മിനിറ്റ് വേവിക്കാൻ വെക്കുക. ആ മാങ്ങയിലേക്ക് ആ സത്ത് പിടിക്കുന്ന വരെ. പിന്നെ നമ്മൾ ചട്ടി കാച്ചാൻ വെക്കുക. ചട്ടി കാച്ചി കഴിഞ്ഞാൽ അതിലേക്ക് തൈര് ഒഴിച്ചിട്ട് ചട്ടി കാച്ചിയതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഒറ്റ സാധനം മതി ചോറ് ഫുള്ള് കാലിയാവുക. അത്രക്കും ടേസ്റ്റാണ് മാമ്പഴ പുളിശ്ശേരിക്ക്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.